കോഴിക്കോട് പേരാമ്പ്രയിൽ മോഷണ ശ്രമത്തിനിടെ യുവതി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊണ്ടോട്ടി സ്വദേശി മുജീബാണ് പിടിയിലായത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ ഇയാളുടെ ആക്രമണത്തിൽ പോലീസുകാരന് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നുച്ചാട് സ്വദേശി അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബെൻസൺ ബാബു നൽകും കോഴിക്കോട് നിന്ന് വിവരങ്ങൾ. ബെൻസൺ, ഈ അനുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് വളരെ ക്രൂരമായ രീതിയിൽ മൃഗീയമായാണ് അനുവിനെ കൊലപ്പെടുത്തിയത് എന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടല്ലോ. അതോടൊപ്പം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അയാളുടെ ഒരു കേസ് ഹിസ്റ്ററി എങ്ങനെയാണ്? മുൻപും ഇത്തരത്തിൽ നിരവധി കേസുകളിലൊക്കെ പ്രതിയായിട്ടുണ്ട് എന്നും കേൾക്കുന്നു. സ്നേഹ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള മുജീബ്, ഇയാൾ ഏകദേശം 50ലധികം കേസുകളിൽ, മോഷണ കേസുകൾ ഉൾപ്പെടെ ബലാത്സംഗ കേസുകൾ ഉൾപ്പെടെ 50ലധികം കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഇയാളെ ഈ ഒരു കഴിഞ്ഞ 11-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ അനുവിനെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു, എന്നാൽ അവിടേക്ക് എത്തിയില്ല. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് പിറ്റേ ദിവസം 12-ാം തീയതി വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു കുളത്തിൽ അല്ലെങ്കിൽ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പ്രാഥമികമായി അതൊരു മുങ്ങിമരണം എന്ന നിഗമനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് ഇത്തരത്തിൽ മുട്ടിന് മാത്രം അത്രയും വെള്ളമുള്ള ഒരു തോട്ടിൽ എങ്ങനെയാണ് മുങ്ങി മരിക്കുക. പിന്നീട് നടത്തിയ പരിശോധനയിൽ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങളൊന്നും തന്നെ കാണാനില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചപ്പോൾ അതിൽ മനസ്സിലാകുന്നു ശരീരത്തിലാകമാനം മർദ്ദനമേറ്റതിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ പ്രദേശത്ത് ഈ യുവതി ഒരു ബൈക്കിൽ കയറി പോകുന്നതായിട്ടുള്ള ഒരു മൊഴി പോലീസിന് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിലാണ് ഒരു ബൈക്കിൽ സഞ്ചരിച്ച ആളെയും കണ്ടെത്തുന്നത്. ആ ബൈക്കിൽ സഞ്ചരിച്ച ആളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതിയിലേക്ക് എത്തിച്ചേരുന്നത്. ആ പ്രതിയെ പിടികൂടാനായി പേരാമ്പ്ര പോലീസ് പ്രതിയുടെ വീട്ടിലെത്തുമ്പോൾ പ്രതി വളരെ അക്രമാസക്തനാവുകയും പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇയാളുടെ ബൈക്ക് മലപ്പുറത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ഉപയോഗിച്ചിരുന്ന ബൈക്ക്, ഈ ബൈക്ക് കണ്ണൂരിൽ നിന്നും മോഷ്ടിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രതിയെ ഈ കൃത്യം നടന്ന സ്ഥലത്തും അതുപോലെ തന്നെ ബൈക്ക് ഉപേക്ഷിച്ച സ്ഥലങ്ങളിലും എല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രതിയുടെ വൈദ്യപരിശോധനയ്ക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും. നേരത്തെ സ്നേഹ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിക്രൂരമായി തന്നെയാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഭരണങ്ങൾ കൈക്കലാക്കുക അല്ലെങ്കിൽ മോഷണം എന്നതുമായിരുന്നു ഈ പ്രതിയുടെ ഏക ഉദ്ദേശം. അപ്പോൾ ഈ വാഹനത്തിൽ ബൈക്കിൽ ലിഫ്റ്റ് നൽകുന്നത് പോലെ ഈ പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റുന്നു, എന്നിട്ട് ഈ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് എത്തിക്കുന്നു. അവിടെ എത്തിച്ച് ഈ ആഭരണങ്ങൾ കൈക്കലാക്കുന്നതിനിടയിൽ ഈ പെൺകുട്ടിയെ കഴുത്തും ഞെരിച്ച് വെള്ളത്തിൽ മുക്കി കൊല്ലുകയായിരുന്നു എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. അപ്പോൾ കൂടുതൽ തെളിവെടുപ്പുകളും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹ, തീർച്ചയായും ബെൻസൺ ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ക്രൂരമായ രീതിയിലാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ മോഷണ ശ്രമത്തിനിടെ അനു എന്ന യുവതിയെ കൊലപ്പെടുത്തിയത്. പ്രതി കൊണ്ടോട്ടി സ്വദേശിയായ മുജീബിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.